ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തരുന്നത് നമ്മളെന്താ കാട്ടോ? വല്ലാത്തൊരു കാലായി പോയി. ഈ തോണ്ടിപ്പോൻ പണ്ടാറടക്കിയതാണ് ഇതിനൊക്കെ കാരണം. അതന്നെയാണ്. എന്താ ചെയ്യോ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വേലായുധം കുട്ടിയുടെ സ്ഥിതി എന്താണാവോ? അല്ല രാമൻകുട്ടിയെ, നാളല്ലേ ഇപ്പൊ കല്യാണം. ആ പെണ്ണ് ചെയ്ത പണി വല്ലാത്തൊരു പണിയാണ്. ആ സ്വർണ്ണ ഫുള്ള് പോയല്ലോ. ഏതായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. എന്നാ പോവാ. 14 പവനായിട്ടുണ്ടെന്നാ കേട്ടത്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടത്. പെണ്ണ് വല്ലാത്ത സാധനം തന്നെയാണ്. എന്താപ്പ ചെയ്യ? അതേനെ എടുക്കാന് പാതിയോളം പൈസ ജ്വല്ലറി കൊടുക്കാനാണ്. കല്യാണത്തിന്റെ അന്ന് സഹായമായി കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ കടം വീട്ടാന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. ആ പെണ്ണ് അതൊക്കെ എടുത്ത് പോയില്ലേ? വല്ലാത്തൊരു കഥ തന്നെയാണ് ഇപ്പൊ. എന്താപ്പ ചെയ്യ? അല്ല രാമ, ഓൾ ആരെ കൂടെ പോയത് എനിക്ക് ഒരു അറിവുണ്ടോ? ആർക്കൊരു വിവരമില്ലാന്നാ കേട്ടിട്ടോ. ആരെങ്കിലും ഉള്ളത് എടുത്താണ്ട പെണ്ണ് നേരത്താണ് പോയിക്കൂടുന്ന. ഇതിപ്പോ നാട്ടുകാരെ മൊത്തം കല്യാണം വിളിച്ച് ചെക്കന്റെ വീട്ടിലും ഓർക്കുമ്പോ തന്നെ വലിയ നാണക്കേടാവും. ഓളൊക്കെ ആസിഡ് പായസം ഉണ്ടാക്കി കുടിപ്പിച്ചണോ? അതന്നെയാണ് വേണ്ടത്. അല്ല മാസ്റ്റേ, നാളല്ലേ നമ്മളെ വേലായുധം കുട്ടിയുടെ മോളെ കല്യാണോ? അത് നാളെ ആയിരുന്നല്ലേ? ഞാനത് മറന്നുപോയിരുന്നു. താനത് ഓർമ്മിപ്പിച്ച് നന്നായി. ഏത് കല്യാണം മറന്നാലും ഈ മൗലവിക്കുട്ടി വേലായുധം കുട്ടിയുടെ മോളെ കല്യാണം മറക്കൂല. അതെന്താണോ? നിങ്ങളെ രണ്ടാളെ പേരിലും കുട്ടി ഉണ്ടായതുകൊണ്ടാ? അതല്ല മാഷേ, വേലായുധം കുട്ടിയുടെ മോളെ കല്യാണത്തിന് പോയാൽ നല്ല സാമ്പാറും ചോറും ഉണ്ടാവും. സാമ്പാർ കൂട്ടിയിട്ട് ഒരുപാട് ദിവസമായിക്കണം. ഇപ്പൊ ഏത് കല്യാണത്തിന് പോയാലും ഈ മന്തും പിരാന്തും അല്ലേ? മന്തും പിരാന്തോ? അതെന്താടോ? ഇപ്പൊ ഒരു ബിരിയാണി ഇല്ലേ, എന്താ എനിക്ക് അതിന്റെ പേരൊന്നും ഇഷ്ടല്ല. പക്ഷെ അത് തിന്നുമ്പോ തന്നെ അങ്ങനെ തോളെ കുത്തണ ഏരിയാണ്. എനിക്കത് തീരെ ഇഷ്ടമല്ല. ഇപ്പൊ മനസ്സിലായി. എടാ, അത് മന്തിയും ഫ്രൈഡ് റൈസ് ആടോ. അതന്നെ ആ മന്തി പിരാന്തും എന്ത് കുന്തായാലും വേണ്ടി എനിക്കത് തീരെ പറ്റും. നമ്മളെ സേതു രാമനും അല്ല വരുന്നത്. ഉങ്ങാട് ചോദിച്ചു നോക്കിയാണേ, നാളെ തന്നെ അല്ലേ വേലായുധം കുട്ടിയുടെ കല്യാണം ഒന്ന്? എവിടുന്നാ രണ്ടാളും കൂടി വരുന്നേ? ഞങ്ങൾ ആ വേലായുധം കുട്ടിയുടെ വീട് വരെ ഒന്ന് പോവാണ്. ഞങ്ങളത് അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു. അല്ല, നാളെ തന്നെ അല്ലേ വേലായുധം കുട്ടിയുടെ മോളുടെ കല്യാണം? നാളെ തന്നെയാണ് കല്യാണം. അല്ല, നിങ്ങൾ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത് വരും? കല്യാണത്തിനെടുത്ത 14 പവൻ കൊണ്ടേ പെണ്ണ് പോയില്ലേ? പെണ്ണ് പോയിന്നോ? അതെ മാസ്റ്റർ, നാളെ കല്യാണം നടക്കാനിരിക്കെ ആ സാധു വേലായുധം കുട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണവും ബാക്കി കടം പറഞ്ഞാണ്ട് ജ്വല്ലറിന്ന് സ്വർണം എടുത്തിരുന്നു. ഇന്നലെയാണ് എടുത്തത്. ഇന്നലെ രാത്രി തന്നെ ഓളും അവളെ കാമുകനെ കൊണ്ട് എടുത്തുകൊണ്ട് ഒളിച്ചോടി പോയില്ലേ? എന്റെ സാമ്പാറും ചോറും പോയല്ലോ റബ്ബേ. ഇത് പേടിക്കണ്ട മൗലവിക്കുട്ടിയെ, സാമ്പാറും ചോറും നമുക്ക് വയറ് അരച്ച് തിന്നാം. അങ്ങനെ എനിക്ക് സാമ്പാറും ചോറും വേണ്ട. അവിടെ കല്യാണം നടക്കാതെ സാമ്പാറും ചോറും വേണ്ട. കല്യാണം നടക്കാതെ സാമ്പാറും ചോറും വിളമ്പേ? അതല്ല, ഇനിയിപ്പോ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അത് വിളമ്പുന്നുണ്ടാ? എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആർക്കറിയാം? അങ്ങനെ സാമ്പാറും ചോറും എനിക്ക് വേണ്ട. നമ്മൾ കല്യാണത്തിന് നേരത്തെ അവിടെ ചെന്ന് ഓലെ സഹായിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ഓനെ ഏൽപ്പിച്ച് എന്നിട്ടേ നമ്മൾ സാമ്പാറും ചോറും വയ്ക്കുള്ളൂ. എന്താ പോരെ? കല്യാണം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ആ കല്യാണം നടത്തും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? പെണ്ണ് ഒളിച്ചോടി നിങ്ങൾ പറയുന്നത്, പിന്നെ അതുമല്ല കല്യാണം നടത്തും നിങ്ങൾ തന്നെ പറയുന്നത്. എന്താ ഇപ്പൊ ഇതിന്റെ കഥ? നിങ്ങളൊന്ന് തെളിയിച്ച് പറഞ്ഞാണേ. എന്നാ കേട്ടോളി, കല്യാണ പെണ്ണല്ല ഒളിച്ചോടിയത്, ഓളുടെ അമ്മയാണ്. അതായത് വേലായുധം കുട്ടിയുടെ ഭാര്യ. അബ്ബില്ലാലിമിനായ തമ്പുരാനെ, എന്താ ഇപ്പൊ ഈ കേൾക്കണത്? കല്യാണത്തലേന്ന് പെണ്ണിന്റെ അമ്മ കാമുകനോടൊപ്പം ഒളിച്ചോടിന്നോ? അതന്നെ ഉണ്ടായത്. പല ഒളിച്ചോട്ടങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കല്യാണത്തലേന്ന് പെണ്ണിന്റെ അമ്മ ഒളിച്ചോടാന്ന് പറഞ്ഞാലേ ആദ്യമായിട്ട് കേൾക്കാം. എന്താ സ്ഥിതി? ഈ തോണ്ടിപ്പോണ്ട കാലല്ലേ? തോണ്ടുന്നത് കൂടുന്നിടത്തോളം പലതും തേടി വരും. തോണ്ടുന്നവർ സൂക്ഷിച്ചാ തോണ്ടുന്നവർക്ക് നന്നായി. ആരെ കൂടെ പോയതൊന്നും വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല. ആരോട് ചോദിച്ചിട്ടും ആർക്കും ഒരു അറിവില്ല. ഞാൻ ആ കുന്തേറ്റ് നടക്കലില്ല, എനിക്കാണ് അതേറ്റ് അറിയൂല്ല. ഏതായാലും നമ്മൾ വേലായുധം കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയി വരിക. അത് തിരക്കിടില്ല, നമ്മളൊന്ന് പോയി നോക്കാം. എന്നായിക്കോട്ടെ. ഈ കണക്കിന് പോയാലേ വല്യമാരെ വരെ നോക്കേണ്ടി വരും. ഹലോ, ആച്ചുമ്മോ, എവിടെ ഇല്ലേ? ഡോക്ക്
ഇജ നീക്കിപ്പോന്ന് വല്ലാതെ നോക്കല്ലേട്ടാ. ഇജ് കട്ടകാലൊന്നും ഉണ്ടാക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഇപ്പത്തെ കാലത്ത് ആരും വിജയിക്കാൻ പറ്റൂല. ആ ഓളേക്കലും ഉണ്ടാക്കുന്തേ നിക്കടോ, ഞാനുണ്ടോ.